ഏതു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പാലക്കാടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു രംഗം ഇത്തിരി കടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് ഇതുപോലെ എന്തായിരിക്കും ഒരു പിടിച്ചെടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിക്കുമോ, അതല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനായിരിക്കും? എന്താണ് ഇപ്പോഴത്തെ ഒരു നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വലിയ സ്പെക്കുലേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ചിത്രമൊന്നും തെളിഞ്ഞിട്ടില്ല, പക്ഷെ അവരാകും ഇവരാകും എന്നൊക്കെ പല കഥകളും കേൾക്കുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ പാലക്കാട് തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് BJP സ്ഥാനാർത്ഥിയാകുന്നു എന്നാണ്. 6 മണ്ഡലങ്ങളിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേര് നിറഞ്ഞു നിന്നത്. അതായത് ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളർ മാത്രമല്ല, അവരെവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ ആ മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവർ പോയതിന് ശേഷം ആ മണ്ഡലത്തിന് അതേ സ്വഭാവം തുടരാൻ സാധിക്കുന്നുണ്ട്. അതായത് BJPക്ക് ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ ശോഭ വന്നതിന് ശേഷം ഒരു 10,000-ഓ 20,000 വോട്ട് കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കുക. പിന്നീട് അങ്ങോട്ട് ആ സ്റ്റാറ്റസ് അങ്ങനെ തുടരും. തൃശ്ശൂർ പണ്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ തൃശ്ശൂരിൽ ശോഭാ സുരേന്ദ്രൻ സജീവമായതിനു ശേഷം കാലങ്ങൾക്കിപ്പുറം അവിടെ തൃശ്ശൂർ ഒരു MP BJPക്ക് ലഭിച്ചു. ശോഭാ സുരേന്ദ്രൻ ഏറെക്കാലം പാലക്കാട് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തതാണ്. അവിടെ ഒരു ഈ പറയുന്ന ഒരു മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടി. അവർ പാലക്കാട് 2ാം സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് തരംഗം സൃഷ്ടിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ പലരും ശോഭാ സുരേന്ദ്രനെ ട്രോളുന്നുണ്ടാകാം, അവരെ പല രീതിയിൽ വിമർശിക്കുന്നുണ്ടാവും, കടന്നാക്രമിക്കുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ എതിരാളികൾ പോലും രഹസ്യമായി സമ്മതിക്കുന്ന കാര്യമാണ് ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ഭയക്കണം എന്നുള്ളത്. അപ്പോൾ ആ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് നിയോഗിക്കുമ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് അതൊരു തീക്കളിക്കുള്ള പുറപ്പാടാണ്. അതായത് BJP സംബന്ധിച്ച് ആ മണ്ഡലം പിടിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. കാരണം അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 18,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതിന് തൊട്ട് മുമ്പ് ഷാഫി പറമ്പിൽ മത്സരിച്ച സമയത്ത് ശ്രീധരനുമായി നേർക്ക് നേരെ ഏറ്റുമുട്ടിയപ്പോൾ ഏതാണ്ട് 4,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഈ ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രാഹുൽ വന്നപ്പോഴത്തേനും ആ ഭൂരിപക്ഷം വളരെയധികം കൂടി. അതിന് ഒരു കാരണം രാഹുലിൻ്റെ സ്വീകാര്യത, ഷാഫി പറമ്പിലിൻ്റെ എഫക്റ്റ്, കോൺഗ്രസിന് ആ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മൈലേജ്, സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സാഹചര്യം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പാലക്കാട് BJPയിൽ തമ്മിലടി രൂക്ഷമായൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഗുണമാണ് അന്ന് കോൺഗ്രസിന് കിട്ടിയത്. ഇത് മാത്രമല്ല, എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സരിനായിരുന്നു. വളരെ ദുർബലനായ CPMലെ ഒരു ട്രോൾ രൂപം എന്നൊക്കെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു തരത്തിലും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് വലിയ പരിചയമൊന്നുമില്ലാത്ത കോൺഗ്രസിലെ ഡിജിറ്റൽ മീഡിയ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM അവിടെ 3ാമത് പോയി. സ്വാഭാവികം മാത്രമാണ്, വോട്ട് നിലയിൽ വലിയ കുറവൊന്നും ഉണ്ടായില്ലെങ്കിലും CPMൽ മുന്നേറാൻ സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ കോൺഗ്രസും BJPയും നേർക്ക് നേർ തന്നെയാണ് മത്സരം. ഇപ്പോൾ CPM എത്ര വലിയ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അതിന് മാറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എതിരാളിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തൊരു ദിവസമാണ്. അദ്ദേഹം ഏതോ ഒരു അതിജീവിതയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുവെന്നോ മറ്റോ പറഞ്ഞ് അതിജീവിത ഒരു പരാതി കൊടുത്തു. അപ്പോൾ അതിന്മേൽ കോടതി രാഹുലിന് നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. രാഹുൽ ഇനി അകത്ത് പോവോ ജാമ്യം റദ്ദാവോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. പക്ഷേ എന്നാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് കോൺഗ്രസിൽ വരാതെ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ കുറച്ച് ദിവസമായി വാർത്തകൾ അങ്ങനെ വരുന്നുണ്ട്, രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കാൻ പദ്ധതി ഇടുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി രംഗത്ത് വരുന്നു. പക്ഷെ എങ്ങനെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായി വന്നാലും സ്വതന്ത്രനായി വന്നാലും ആ മണ്ഡലത്തിൽ രാഹുലിനൊരു വലിയ പിന്തുണയുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ K മുരളീധരൻ വരുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് എന്തായാലും കണ്ടെത്തും. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസക്തി അവിടെ നഷ്ടപ്പെടുന്നില്ല. കാരണം കോൺഗ്രസ്സിന് അതീതമായി അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനൊരു വലിയ ജനപിന്തുണയുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിന് അത്രയും വലിയ വോട്ട് ഷെയർ കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരിൽ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാവുകയും ഒരു വിഭാഗം വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് പോവുകയും ഒരു ഉറച്ച കോൺഗ്രസ് വോട്ടുകളിൽ വലിയൊരു വിഭാഗം K മുരളീധരന് പോവുകയും ചെയ്താൽ ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഇതിനകത്തൊരു വലിയ പ്രശ്നം.
രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നമല്ല, അത് കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. നമുക്കറിയാം വി.ഡി. സതീശൻ ഇപ്പോൾ പൊതുയോഗ യാത്രയൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാർക്കശ്യം, ധാർഷ്ട്യം അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന സമീപനമൊക്കെ രസമാണ്. ഒരു പിണറായി വിജയനെ പോലെ അല്ലെങ്കിൽ പഴയ കെ സുധാകരനെ പോലെയൊക്കെയുള്ള തൻ്റെ ഇടമുള്ള നേതാവ് എന്ന നിലയിലൊക്കെ കോൺഗ്രസിനുള്ളിൽ വലിയ വാഴ്ത്തലുകൾ സതീശന് ഉണ്ട്. അദ്ദേഹം അതനുസരിച്ച് ജനപിന്തുണ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഒരിക്കലും സതീശനാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, പാർട്ടി സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത് പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചപ്പോഴും കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി മത്സരിക്കുന്ന സമീപനമില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സതീശൻ പറയുന്നത് പോലെ തന്നെ എല്ലാം നടന്നോണമെന്നൊന്നുമില്ല. സതീശന് വിചാരിക്കാം സതീശനാണ് വിചാരിക്കുന്നതാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ സതീശന് ചിന്തിക്കാം. പക്ഷെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഇനി ഒരു യാത്ര കൂടി, പൊതുയോഗ യാത്രയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവും കെ.സി. വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുമൊക്കെ നയിക്കുന്ന മറ്റൊരു ജാഥ കൂടി വരാനുള്ള സാധ്യത കോൺഗ്രസിലുണ്ട്. എന്ന് മാത്രമല്ല, ഇത്തവണ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒന്നിച്ചാണ് യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അവസാന നിമിഷം വി.ഡി. അത് ഹൈജാക്ക് ചെയ്തു എന്ന ആരോപണം കോൺഗ്രസിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വി.ഡി. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാനാണ് മുഖ്യമന്ത്രി നിലയിലേക്ക് നീങ്ങുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അത് കോൺഗ്രസിൽ ഒരു വിഭാഗം ആളുകൾക്ക് അതൃപ്തിയുണ്ട്. അപ്പോൾ ആ അതൃപ്തിയോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്ന ഒരു വിഷയമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിന് കോടതികൾ പോലും ഒരു ആനുകൂല്യം നൽകുമ്പോൾ, കോടതികൾ പോലും രാഹുൽ ഉന്നയിക്കുന്ന വാദങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത്രയും കാലം രാഹുലിൽ നിന്ന് ഈ പ്രസ്ഥാനം എന്തുകൊണ്ട് സഹായിക്കുന്നില്ല, കൂടെ നിൽക്കുന്നില്ല, രാഹുലിനെ കേൾക്കാൻ തയ്യാറാകുന്നില്ല? ഒരു ചോദ്യം അതാണ്. രണ്ടാമത്തെ കാര്യം, പി കെ ശശിയെ എടുക്കാൻ പോവുകയാണ്. ലൈംഗികാരോപണ വിവാദത്തിൽ ഉൾപ്പെട്ട CPM-ന്റെ MLA ആയിരുന്ന പി കെ ശശി കോൺഗ്രസിലേക്ക് വരുന്നു, UDF-നൊപ്പം ആകുന്നു എന്ന വാർത്തകൾ വരികയാണ്. അപ്പോൾ പി കെ ശശിയെ പോലും, അതായത് പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രതിസന്ധിയിലായിരുന്ന സമയത്ത്, രാഹുലിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് CPM കേന്ദ്രങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനാണെന്ന് പറയുമ്പോൾ മറുവശത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്ന പേരുകളിൽ ഒന്നാണ് ഈ പി കെ ശശി. അതേ പി കെ ശശിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നെ എന്താണ് രാഹുലിന് തടസ്സം? പക്ഷാഭേദം കാണിക്കരുത്. പിന്നെന്താണ് രാഹുലിന് തടസ്സം എന്ന് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിപ്പിടിച്ച് പാലക്കാട്ടേക്ക് നിർദ്ദേശിച്ച് പറഞ്ഞയച്ച ആൾ വി.ഡി. സതീശനാണ്. വി.ഡി. സതീശൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാഹുലിനെ ഉപേക്ഷിച്ചത്, തള്ളിപ്പറഞ്ഞത് സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു വലിയ ആരോപണം കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ എന്തിനാണ് രാഹുലിനെ ഇനിയും മാറ്റി നിർത്തുന്നത്? അദ്ദേഹം 3 കേസുകളിലും ജാമ്യമൊക്കെ നേടി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ കോടതി വളരെ പ്രോമിനൻസോട് കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. രാഹുലിന് അനുകൂലമായ പല വാദങ്ങളും പല നിരീക്ഷണങ്ങളും കോടതികൾ ഈ മുൻകൂർ ജാമ്യ അല്ലെങ്കിൽ ജാമ്യം നൽകുന്ന സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം കോടതികൾക്ക് ഇത്രയും രാഹുലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ രാഹുലിൻ്റെ വാദങ്ങൾ പരിഗണിക്കാമെങ്കിൽ പ്രസ്ഥാനം എന്തുകൊണ്ട് രാഹുലിൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ള വലിയ ചോദ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത് CPM ആയുധമാക്കും, അത് നമുക്ക് തിരിച്ചടിയാകും എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം 10 ദിവസം ആളിക്കത്തിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? കോൺഗ്രസിന് സംഭവിച്ചൊന്നുമില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അവർ രാഹുലിനൊപ്പമാണ്. രാഹുൽ പെണ്ണുപിടിയനാണോ, ഗർഭക്കേസാണോ, ഗർഭം ഇതൊന്നും ജനങ്ങൾ ചിന്തിക്കുന്നില്ല. ആ പെൺകുട്ടികളുടെ ഭാഗത്തും പിഴവുകളുണ്ട് എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് രാഹുലും ശോഭാ സുരേന്ദ്രനും തമ്മിലായിരിക്കും. അവിടെ ഈ കോൺഗ്രസിലൊരു സ്ഥാനാർത്ഥി വന്നാൽ, അത് മുരളീധരനാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. മുരളീധരൻ കഴിഞ്ഞ സകല തെരഞ്ഞെടുപ്പുകളിലും 8 നിലയിൽ പൊട്ടിയ ചരിത്രമുള്ള ഒരാളാണ്. കരുണാകരൻ്റെ മകൻ എന്ന് നമുക്ക് പറയാമെങ്കിലും പാർട്ടി പ്രതിസന്ധിയിലാകുന്ന സമയങ്ങളിലൊക്കെ കുത്തിത്തിരിപ്പിന് ശ്രമിച്ചിട്ടുള്ള ആളാണ്. അയാളുടെ ചരിത്രം പരിശോധിക്കുക. ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിൽ നിന്ന് പിളർത്തി ഒരു കൂട്ടത്തെ ഉണ്ടാക്കി സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് കോൺഗ്രസിനെ വെല്ലുവിളിച്ച ചരിത്രമുള്ള അധികാരമോഹിയാണ് കെ മുരളീധരൻ. അയാൾക്ക് ആ സംഘടനയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു ഘട്ടം വന്നപ്പോൾ തനിക്കതിനുള്ള നേതൃപാഠവും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ തിരിച്ച് കോൺഗ്രസിൻ്റെ കാലിൽ വീണ് വലിഞ്ഞു കയറി വന്നയാളാണ് കെ മുരളീധരൻ. പാർട്ടിയെ തകർക്കാനും പിളർത്താനും അധികാരത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാനും ഒരു മടിയുമില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഈ കെ മുരളീധരൻ. അയാൾ എന്തിനാണ് സതീശൻ ഇങ്ങനെ പിന്തുണച്ച് പൊക്കിക്കൊണ്ട് പാലക്കാട് കൊണ്ട് നിർത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ ഇതോടുകൂടി കെ മുരളീധരൻ്റെ കാര്യം തീർക്കുക എന്നുള്ളതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ചെക്ക് വയ്ക്കുക, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനായി KPCCക്ക് ആളുണ്ട് എന്ന് വരുത്തുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ പേരിടയ്ക്ക് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ബോധമുള്ള ഒരു കോൺഗ്രസ്സുകാരനും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പാലക്കാട് പോയി മത്സരിക്കില്ല. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അവിടെ BJP വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും. അങ്ങനെ സ്പ്ലിറ്റ് ആവും, BJP വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും, കോൺഗ്രസ് വോട്ടുകൾ സ്പ്ലിറ്റ് ആവും, ഒരു വലിയ സ്പ്ലിറ്റ് നടക്കും. ഈ സ്പ്ലിറ്റ്
രാഹുലിലേക്കും കോൺഗ്രസിലേക്കും, അതായത് കോൺഗ്രസിലേക്ക് മാത്രം പോകേണ്ട വോട്ടുകൾ പകുതി അങ്ങോട്ടും പകുതി ഇങ്ങോട്ടും പോകുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു വിജയപ്രതീക്ഷ ഇല്ലാതെ വരികയും ഈ പറയുന്ന BJP സ്ഥാനാർത്ഥിയിലേക്ക് ഇത് കൺസോൾട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ CPM അവിടെ ഉറച്ച വോട്ട് ബാങ്ക് വേണം. പക്ഷെ CPM സംബന്ധിച്ച് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കക്ഷിയാണ്. അത് മാത്രമല്ല സരിനൊക്കെയാണ് ഇനി മത്സരിക്കാൻ വരുന്നതെങ്കിൽ അതിദയനീയമായിരിക്കും CPM പെർഫോമൻസ്. അപ്പോൾ അതുകൊണ്ട്, കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലൊക്കെ CPM രാഹുലിനെ വേട്ടയാടുകയാണ് എന്ന് വിശ്വസിച്ച് CPM വെറുക്കുന്ന ജനങ്ങളുണ്ട് ഇപ്പോൾ പാലക്കാട്. CPM ഇപ്പോൾ നോക്കുക, അതിജീവിതയ്ക്ക് നീതി വേണമെന്നൊക്കെ പറഞ്ഞ് സമരവുമായി നടന്ന CPM ഇപ്പോൾ അവിടെ രാഹുലിന് ജാമ്യം കിട്ടിപ്പിണ്ടേ? ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അതിജീവിതയ്ക്ക് നീതി വേണ്ടേ? ഈ അതിജീവിതന്മാരെ സംരക്ഷിക്കണ്ടേ? കൂടുതൽ പരാതികൾ വരുമെന്ന് എല്ലാ നേതാക്കളും ഇരുന്ന് പറഞ്ഞിട്ട് എവിടെ പരാതി? റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ പറഞ്ഞത് പോക്സോ കേസ് വരെ രാഹുലിനെതിരെ ഉണ്ടെന്നാണ്. ചാനൽ ലൈവായിട്ട് പറഞ്ഞതാണ്. എന്താ ഇയാൾക്ക് പോക്സോ കേസിൽ നീതി കൊടുക്കണ്ടേ? അപ്പോൾ ആ രാഷ്ട്രീയ വിവാദം കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി, ഗുണമുണ്ടായില്ല എന്ന് മനസ്സിലായ CPM അത് വിഴുങ്ങി. റിപ്പോർട്ടർ തലയിൽ മുണ്ടിട്ട് ഓടി. അതാണ് സംഭവിച്ചത്. ആ അതിജീവിതയുടെ ടെലിഫോൺ റെക്കോർഡെന്നും പറഞ്ഞ് എന്തൊക്കെയോ ഓഡിയോ ഇട്ടിട്ട് പൂച്ചക്കുഞ്ഞിനെ പോലെ പട്ടിക്കുഞ്ഞിനെ പോലെയുള്ള സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കഥാപ്രസംഗം നടത്തുമായിരുന്നു ഒരു അവതാരകൻ. അവനൊന്നും ഇപ്പോൾ ഈ പറയുന്ന അതിജീവിതയ്ക്ക് നീതി കൊടുക്കണ്ട. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ CPM വെറുപ്പുണ്ടാകാൻ CPM പാലക്കാട് കാര്യം പറയുന്നത്, CPM ഗൂഢാലോചന, CITU മാധ്യമ പ്രവർത്തകരുടെ ഗൂഢാലോചന ഇതിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട്. അവർ ഇപ്രാവശ്യം രാഹുലിനെ വോട്ട് ചെയ്യും. അപ്പോൾ CPM വോട്ടുകൾ കൂടെ, അല്ലെങ്കിൽ CPM പോകേണ്ട വോട്ടുകൾ കൂടെ ഇപ്രാവശ്യം രാഹുലിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ UDF അതൊരു വോട്ട് കട്ടറായിട്ട് മാറും. UDF പോകേണ്ട, കോൺഗ്രസിലേക്ക് പോകേണ്ട വോട്ടുകൾ പോകും. ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ UDF മത്സരിക്കുമെന്ന്. കാരണം ഇപ്പോഴും മനസ്സുകൊണ്ടൊരു പാർട്ടിക്കാരനാണ് ഞാനിപ്പോഴും. എന്നിലെ കോൺഗ്രസ്സുകാരനെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അതായത് കോൺഗ്രസിനെ എന്നെ മാറ്റി നിർത്താൻ കഴിയുമെങ്കിലും എന്നിലെ കോൺഗ്രസ്സുകാരനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ രാഹുൽ വൈകാരികമായിട്ട് ആ 24 ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു തന്ത്രമാണ്. എന്നെ തിരിച്ചെടുക്കണം, എനിക്ക് പലതും പറയാനുണ്ട്, എന്നെ കേൾക്കണമെന്ന് വ്യംഗ്യാർത്ഥത്തിൽ പരോക്ഷമായി രാഹുൽ സൂചിപ്പിച്ചതാണ് ഇൻ്റർവ്യൂ. പക്ഷേ അതിനുശേഷവും രാഹുലിനെ അനുകൂലമായിട്ട് അല്ലെങ്കിൽ രാഹുലിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കാര്യമായ ചർച്ചയൊന്നും നടന്നില്ല. VD സതീശൻ കാരണമാണ്. VD സതീശൻ തന്നെയാണ് പറഞ്ഞത് എൻ്റെ പ്രതിച്ഛായയെ അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ട്. അതായത് VD സതീശനാണ് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് രാഹുലിനെ പാലക്കാട്ടേക്ക് പറഞ്ഞു വിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വന്നപ്പോഴും ഏറ്റവും ഹാർദവമായ സ്വീകരണം നൽകിയത് ഈ VD സതീശനാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും VD സതീശനും ഒറ്റക്കെട്ടാണെന്നും ഇവർ ക്രൈം പാർട്ട്നേഴ്സാണ്, ക്രൈം സിൻഡിക്കേറ്റ് ആണെന്നും പറഞ്ഞത് P സരിനാണ്, കോൺഗ്രസിൽ നിന്ന് പോയ P സരിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ രാഹുലിലൂടെ അതിൻ്റെ കേടുപാടുകൾ തനിക്കുണ്ടാകുമെന്ന് ഭയന്ന് രാഹുലിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പണ്ട് സതീശൻ ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ പുറത്തു വരുമെന്ന് പേടിച്ചിട്ടൊക്കെ ആയിരിക്കാം തൻ്റെ നിലനിൽപ്പിന് വേണ്ടി സതീശൻ അങ്ങനെ ചെയ്തത്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞ് തൻ്റെ കൂടെ പാർട്ടി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇനി എനിക്കൊരു രക്ഷയുമില്ല എന്ന് കണ്ടാൽ സ്വതന്ത്രനാകാൻ ശ്രമിച്ചേക്കും. ഈ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ ഈ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് സ്പ്ലിറ്റായി പോകാനും അത് രാഹുലിനും കോൺഗ്രസിനും വീതിച്ചു വരാനും ആ ഒരു സമയത്ത് ഇതിൻ്റെ മേൽക്കോയ്മ അനുഭവിക്കാനുള്ള യോഗം BJPക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഹൈക്കമാൻഡും ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണ് എങ്കിൽ ഈ കോൺഗ്രസിലേക്ക് രാഹുലിനെ തിരിച്ചു വിളിക്കാനുള്ള സാധ്യതയുണ്ട്. രാഹുലിനെ തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വിളിച്ചാൽ അതിന് തള്ളിപ്പറയാൻ പറ്റുന്ന സാഹചര്യം എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ അതും അത്തരമൊരു സാഹചര്യം അടുത്ത് വരുന്നത് കണ്ടിട്ടായിരിക്കും വീണ്ടും ഇന്ന് റിപ്പോർട്ടർ ചാനലിലേക്ക് അതിജീവിതയുടെ പരാതി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. രാഹുൽ യുവതിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. ഫോൺ വിളിച്ചു എന്നല്ല, ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. ഞാൻ മാതൃഭൂമിയിലൊക്കെ കണ്ടത് അങ്ങനെയാണ്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഡയൽ ചെയ്യുന്നത് പോലീസ് കാണുകയോ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് യുവതിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു എന്ന് യുവതി കണ്ടെത്തി പരിശോധിച്ച് പരാതി കൊടുത്തു എന്നൊക്കെ പറയപ്പെടുന്നത്. എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ രാഹുലിനെതിരെ വീണ്ടും അങ്ങനെ ഒരു തരംഗം പോലെ വരുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ ഇവൻ ചിലപ്പോൾ സ്ഥാനാർത്ഥി ആയേക്കാം എന്നുള്ളത്. നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ രാഹുലിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം രാഹുൽ എവിടെയോ ശക്തി പ്രാപിക്കുന്നു എന്നായിരിക്കണം. ആണ് തീർച്ചയായിട്ടും. രാഹുലിന്റെ തിരിച്ചുവരവിന് കളമൊരുങ്ങുന്നു, രാഹുൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. കാരണം പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിന്ന് ജയിക്കുന്നേ, ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെതിരെ ആദ്യത്തെ പരാതികൾ വന്നതിന് ശേഷം അയാൾക്ക് അവിടെ പോകാൻ പറ്റരുതായിരുന്നു. അയാൾ ആരോപണങ്ങളൊക്കെ ചാനലുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സമയത്തും ഇയാൾ അവിടെയുണ്ട്. കോടതികൾ അതുപോലെ രാഹുലിന്റെ വാദങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ജാമ്യം മുഴുവൻ കൊടുത്തില്ല, ജാമ്യം കൊടുക്കില്ല. അവസാനം റിമാൻഡിൽ പോയ കേസിൽ ഉൾപ്പെടെ രാഹുലിനെതിരായ നടപടിക്രമങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായിട്ടെന്ന് പറഞ്ഞത് കോടതിയാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് രാഹുലിന് ഒരു ഇര എന്ന പരിവേഷം കൊടുക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഗുണകരമാകുന്ന സ്ഥിതിവിശേഷം സൃഷ്ടിക്കുകയും ചെയ്യും. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പാലക്കാട് അവർക്ക് അനുകൂലമായ ഘടകമാണ്. അവർക്ക് നല്ല ബോധ്യമുണ്ട് ഈ ഒരു സ്പ്ലിറ്റ് അവിടെ നടക്കും. രാഹുൽ മത്സരിച്ചാൽ സ്പ്ലിറ്റ് അവിടെ ഉണ്ടാവും. ഇനി അല്ല, രാഹുൽ മത്സരിച്ചില്ലെങ്കിലും രാഹുലിന് സീറ്റ് കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ പല ആളുകളും കോൺഗ്രസിന് വലിയൊരു ശതമാനം വോട്ട് നഷ്ടം വരും. അത് ഗുണകരമാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഒരു വശത്തും മറുവശത്ത് സ്വതന്ത്രനായി രാഹുലുമാണെങ്കിൽ വിജയം ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും. ഞാൻ ഇപ്പോഴേ പറയാം, അങ്ങനെയാണെങ്കിൽ വിജയം ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും. ഇനിയല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് വരുന്നതെങ്കിൽ അവിടെ തീവാറുന്ന മത്സരമായിരിക്കും, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. BJPയും കോൺഗ്രസും ഏറ്റവും പ്രധാനമായി ഏറ്റുമുട്ടുന്ന നിർണായകമായ മണ്ഡലമായിട്ട് പാലക്കാട് മാറും.